നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ മൊഴികൾ പുറത്തുവരുന്നു. അന്വേഷണം പ്രതിപക്ഷ നേതാവിലേക്ക് പോവുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ശക്തമാവുകയാണ്. അതിനിടയിൽ അദ്ദേഹം പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണോ എന്ന ചോദ്യവും കൂടി നിലവിൽ രാഷ്ട്രീയ വിദഗ്ധർ ഉയർത്തുകയാണ്. CMRL മാനേജിംഗ് ഡയറക്ടർ S ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴി പുറത്തുവന്നു. ഇതോടെ പാർട്ടി മുന്നണിയും പിണറായി വിജയനെ കൈയൊഴിയുകയാണോ എന്നൊരു ചോദ്യം കൂടി നിലവിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മകളുടെ വിഷയത്തിൽ പാർട്ടി ഇനി ഇടപെടില്ല. മകൾ ചെയ്ത കാര്യമാണ് എങ്കിൽ അത് മകൾ അനുഭവിക്കുക എന്നൊരു നിലപാട്. പക്ഷെ ഇപ്പോഴിതാ മകളല്ല, പിതാവ് തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്താണെന്നൊരു ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ എല്ലാവരും കൈയൊഴിയുകയാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പിണറായിയുടെ രക്ഷയ്ക്കായി ആരും തന്നെ രംഗത്തില്ല എന്നതും ഏറെ ശ്രദ്ധേയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വ്യക്തിബന്ധം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൾ ടി വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് പണം നൽകിയതെന്നും കമ്പനി സേവനമൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് ശശിധരൻ കർത്ത മൊഴി നൽകിയത്. 2024 ഏപ്രിൽ 17 നൽകിയ ഈ മൊഴി വീണയും ശരിവെച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 66 ലക്ഷത്തിന്റെ നഷ്ടക്കണക്കും 5 ലക്ഷത്തിന്റെ വിറ്റുവരവുമുള്ള ദുർബല സ്ഥാപനമാണ് എക്സാലോജിക്. സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങളുടെ പേരിൽ 2 കോടി രൂപയാണ് വീണയുടെ കമ്പനിക്ക് ഇവർ നൽകിയിരിക്കുന്നത്. സ്വത്ത് കണ്ടുകെട്ടൽ റിപ്പോർട്ടിലാണ് പിണറായിയുമായുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് കർത്ത പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെ പിണറായിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ED ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ പഴുതുകളും അടച്ച് നീക്കങ്ങളായിരിക്കും നടത്തുക. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ചിലരുണ്ട്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാടക വീട്ടിൽ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ, ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങിയപ്പോൾ അവരെ ആക്രമിച്ച് ജയിലിൽ പോയ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർക്കും വലിയൊരു തിരിച്ചടിയായി ഈ ഒരു വിവരം മാറിയിരിക്കുകയാണ്. അതായത് മാസപ്പടി കേസ് അല്ലെങ്കിൽ മാസപ്പടി വാങ്ങിയത് പിണറായി വിജയൻ ആ ഒരു വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ EDയുടെ ആക്രമണം അല്ലെങ്കിൽ ED മനഃപൂർവ്വം വേട്ടയാടുന്നു, EDയുടെ വേട്ടയാടൽ എന്നീ വാദങ്ങൾ ഉയർത്തി നേതാക്കൾ നിന്നപ്പോൾ അത് വിശ്വസിച്ച് അവർക്ക് വേണ്ടി പോരാടാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും മറ്റും നടത്തിയ ഈ പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒറ്റപ്പെടുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഒരു കൊള്ളലൊക്കെ സൃഷ്ടിച്ച കേസാണ്. ഈ കേസിൽ യാതൊരു പിഴവും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മാസപ്പടി കേസിൽ വീണ പ്രതിയാണെന്ന് ഉറപ്പാണ്. അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ചോദ്യം ചെയ്യലിനായി പിണറായി വിജയനെ ED വിളിപ്പിക്കുമോ എന്നതാണ് അടുത്ത ഒരു ഘട്ടം. വിളിപ്പിക്കുകയാണെങ്കിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയിലെ മുന്നണിയിലെ നേതാക്കളുടെ പൊതുവായ അഭിപ്രായം. കാര്യങ്ങൾ പിണറായി ഒറ്റയ്ക്ക് നേരിടട്ടെ എന്ന നിലപാടിലേക്കാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. പാർട്ടിയിൽ പിണറായിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുമുണ്ട്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ME ബേബിയുടെ നിശബ്ദത പിന്തുണ ഇതിനുണ്ടെന്നാണ് സൂചന. മാത്രമല്ല, ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവർക്ക് ഇതുവരെയും ജാമ്യം കിട്ടിയിട്ടുമില്ല. ഇതും പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഭിന്നതയ്ക്കിടയാക്കിയിട്ടുണ്ട്. പിണറായിക്ക് അവർ ബലിയാടാക്കപ്പെടുകയായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പിണറായിക്കായി രംഗത്തിറങ്ങേണ്ടതില്ല എന്ന തീരുമാനം പൊതുവെ എടുത്തിരിക്കുന്നത്. നിയമസഭയിൽ പോലും പാർട്ടി നേതാവിനാൽ പിണറായി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് മാന്യമായി വിരമിക്കാമായിരുന്നുവെന്ന വികാരം പ്രവർത്തകർക്കുണ്ട്. എന്തുകൊണ്ട് വിരമിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. വരും ദിവസങ്ങൾ പിണറായിക്കും CPMനും നിർണായകമാണ്. CPMന്റെ മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം വലുത് തന്നെയാണ്. അതേസമയം ഈ കേസിൽ വീണയ്ക്കെതിരെ നിർണായകമായ പല തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു. ഇൻവോയ്സ് ഇല്ലാതെ വീണ ലക്ഷങ്ങൾ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. ശശിധരൻ കർത്തയും വീണയും പ്രധാനമായി ശ്രദ്ധിച്ചത് ഇൻവോയ്സ് നിർമ്മിക്കുന്നതിലും ഇടപാടുകളിലുമാണെന്നും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ ED റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ടർമാരെ മറയാക്കി CMRL തട്ടിപ്പ് നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അപ്പൊ ഒടുവിൽ നിവർത്തിയില്ലാതെ ശശിധരൻ കർത്ത നിലവിളിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പിടിച്ചു നിർത്താൻ വേണ്ടി പരമാവധി നോക്കി അദ്ദേഹം സുപ്രീം കോടതി പോകുന്നു, ഹൈക്കോടതി പോകുന്നു, വെപ്രാളം പിടിച്ചുകൊണ്ട് പോകുന്നു, ഈ കേസ് പരിഗണിക്കരുതെന്ന് പറഞ്ഞു. ഈ നെഞ്ചത്തടി മുഴുവനും പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഇങ്ങേരുടെ പേരെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ ഭാവിക്ക് തൻ്റെ കുടുംബത്തിൽ ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി ആ മനുഷ്യനെ ബാധിച്ചിരുന്നു. സ്വാഭാവികം. കാരണം ആരാണ്? പിണറായി വിജയനാണ്.
ഒന്നിനും മടിക്കാത്ത ആളാണ്. ഹിറ്റ്ലർ ആണ്. അപ്പോൾ സ്റ്റാലിനേക്കാളും കൂടിയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് തൻ്റെ പ്രതിയോഗിയായിട്ട് വരുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞാൽ അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഡിലമ്മയിലായിരുന്നു അദ്ദേഹം. നമ്മൾ പറയുന്നത് ക്യാച്ച് 22 സിറ്റുവേഷൻ. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്നുള്ള തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ. പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ശത്രുത, ഗജപഥ, ഇതൊക്കെ ഉണ്ടാവും. പറയാതിരുന്നാലോ താൻ കുഴപ്പത്തില്ല. ഇങ്ങനെ എന്തിന് ഇത്രയും കൊടുത്തു എന്നതിനുള്ള ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം എന്തായാലും പ്രതിക്കൂട്ടിലാവും. ഇത് അദ്ദേഹത്തിനെ പേടിച്ചാണേ ഞാൻ കൊടുത്തതെന്ന് ഇപ്പോൾ അവസാനം സമ്മതിച്ചിരിക്കുക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആയതുകൊണ്ടാണ് ഞാൻ വീണാ വിജയന് ഇത്രയും തുക പലതരത്തിൽ കൊടുത്തിരുന്നത്. അതുകൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ കമ്പനി കൂടാതെ വേറെ കമ്പനിയിലും വീണാ വിജയന് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ, അതെല്ലാം ഫ്രോഡ് രേഖകളായിരുന്നു എന്നതിൻ്റെ രേഖകൾ വിജയനിൽ നിന്ന് തന്നെ ഇഡി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള തെളിവുകളും പിണറായി വിജയനെ കൊടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുക. വീണാ വിജയൻ കാണിച്ചത് മുഴുവൻ ഫ്രോഡാണെന്ന് തെളിഞ്ഞു. ആ ഫ്രോഡ് മുഴുവൻ കാണിക്കേണ്ടി വന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അധികാര സ്ഥാനത്ത് ഇരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. ഇനിയിപ്പോൾ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാകാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് രാജ്യത്തിന് നഷ്ടം വരുത്തുന്ന തരത്തിൽ ഉള്ള ഇളവുകൾ ശശിധരൻ കർത്ത CMRLന്റെ മേധാവിക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് മാത്രമാണത്. ആ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇതിലെ പ്രധാന പ്രതിയായിട്ട് മാറും. ആ തരത്തിലൊരു പരിവർത്തനം ഉണ്ടാകും. അദ്ദേഹത്തിന് കേസിനെ നേരിടേണ്ടി വരും. അദ്ദേഹം പിടിച്ച് ജയിലിലിടുമോ എന്നറിയില്ല. എന്തായാലും ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ വരാൻ ഒരു മര്യാദയൊക്കെ കാണിക്കും. കാരണം ഇത്രയും സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിയമത്തിൽ പറയുന്നതിനപ്പുറമുള്ള ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെ ചോദ്യം ചെയ്യാതെ. അങ്ങനെ നമ്മളെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന പോലെ പിണറായി വിജയൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം സീനിയർ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവാണ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത്തരം പരിഗണനകൾ ഇല്ലാതെ കണ്ട് കാര്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. രാഷ്ട്രീയത്തിന് അങ്ങനെ ചില പരിഗണനകളുണ്ട്. നമുക്കൊന്നും കിട്ടാത്ത ചില പരിഗണനകൾ കിട്ടും, സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പൊ അതാണ് ഇതിന് ഒരു കാലതാമസം വരുന്നത്. ശശിധരൻ കർത്ത ഒടുവിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നിരിക്കുന്നു. അത്തരം ഒരു സമ്മർദ്ദത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ ED വിജയിച്ചിരിക്കുന്നു.